അപ്പോൾ ദാ നമ്മുടെ വസന്തകാലം വരവായി. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. അധികം ചൂടുമില്ല തണുപ്പുമില്ല. അപ്പം നമ്മുടെ പറമ്പിലുള്ള കുറച്ച് പൂക്കളൊക്കെയാണിത്. പൂക്കളൊക്കെ എല്ലാം വിരിഞ്ഞു തുടങ്ങി ഇപ്പോൾ. ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പകം പോലെ ഉള്ള ഒരു നല്ല മണമൊക്കെയുള്ള നല്ലൊരു പൂവാണ്. ഈ പൂക്കൾ വിരിഞ്ഞാൽ കുറച്ചധികം നാൾ നിൽക്കാറുണ്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളവോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ആ വെള്ളം മതിയാകും. പിന്നെ നമ്മുടെ ചെറി ബ്ലോസം ഇത് പതിയെ വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ പൂക്കൾ മരത്തിൽ നിറച്ച് നല്ല കൊലയായിട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം വിടർന്ന് വരുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ പേർ മരമാണ്. ഇത് നമ്മുടെ നാട്ടിലെ സബർജില് പോലത്തെ ഒരു ഫ്രൂട്ടാണ്. അതിലും ഒന്നരാടം വർഷം ആണ് അതിൽ കായ ഉണ്ടാകുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം നന്നായിട്ട് നല്ല പൂവുണ്ടായിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം പിടിക്കും എന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ഈ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു 4 ചെറിയ മരങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു 2 ആഴ്ചത്തേക്കൊക്കെ നിൽക്കുകയുള്ളൂ. പെട്ടെന്ന് ഉണ്ടായി വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. നിറച്ച് പൂവാണ്, ഇലയൊന്നും ഇല്ലാണ്ട് പൂവുകൾ മാത്രമായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇതൊരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് കൊഴിഞ്ഞു പോകും. അങ്ങനെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴാണ് അതിൽ നിറച്ച ഇല വളരുക. പിന്നെ ഇതുള്ള നമുക്ക് പർപ്പിൾ കളറുള്ള ഒരു പൂവുണ്ട്. അപ്പോൾ ഇതും കുറച്ചൊന്ന് വിടർന്ന മരം മുഴുവൻ ഒരു പർപ്പിൾ കളറായി അങ്ങനെ കുറച്ച് നാളത്തേക്ക് നിൽക്കും. അപ്പം ഞങ്ങളുടെ മരങ്ങളും പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.